അപ്പൊ നമുക്ക് പോവാം. പോടാ. ഹലോ ഗായ്സ്, നമ്മളെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പയ്യന്നൂര് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ്. ഇവന് മാത്രം ഡ്രസ്സ് എടുക്കാൻ, ഇവന് മാത്രം വിഷു കഴിഞ്ഞിട്ടുള്ള വിഷുക്കോടി എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നതാണ് ഇന്ന്. പിന്നെ അതെടുക്കുന്നതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫ്രണ്ടിൻ്റെ കല്യാണം ഉണ്ട്, അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടാണ്. പിന്നെ കുഞ്ഞുകുട്ടൻ്റെ ഫസ്റ്റ് ലോങ് യാത്ര. അതെ, നമ്മൾ ഇവിടുന്ന് എറണാകുളം, തലശ്ശേരിയിൽ നിന്ന് എറണാകുളം വരെ പോകുന്നതാണ് ട്രെയിനിൽ. അപ്പോൾ കുഞ്ഞുട്ടന് ഒന്നും ഉണ്ടാവില്ല, അവൻ്റെ എപ്പോഴത്തെയും കളി തന്നെ ഉണ്ടാവുക. പ്രത്യേകിച്ച് എക്സൈറ്റ്മെൻ്റ് ഒന്നും വരാനുള്ള സമയമായില്ലല്ലോ, അതുകൊണ്ട് പിന്നെ എന്ത് പറയാനാ. അപ്പോൾ നമ്മളെന്തായാലും പയ്യന്നൂരാണ് പോകുന്നത് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ഫുഡ് കഴിക്കാൻ പോകണം, എന്നിട്ട് എവിടെയാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് കയറും. നമ്മളപ്പോൾ ആദ്യം ചോറ് കഴിക്കാൻ വന്നിട്ടുള്ളത് വലിയൊരു കടയാണ് ഇവിടെ, നമ്മളെ പുഞ്ചക്കാടുള്ള. അപ്പോൾ ഇവിടെ ചോറ് കാണുന്ന വിചാരിക്കുന്നേ, ചോറുണ്ടോ നോക്കാം. ബിരിയാണി എല്ലാം തിന്നെന്തോ പോലെ ഇപ്പോൾ. ചോറുണ്ടോ നോക്കട്ടെ. നമ്മൾ എന്താ കഴിക്കാൻ പോന്നേ? എന്നാ വെള്ളത്തിന് എന്തെങ്കിലും മണമുണ്ടോ? പിന്നെ എന്നാ നീ മണപ്പിച്ച് നോക്ക്. എൻ്റെ കയ്യിൽ സൺസ്ക്രീം ഉള്ളതാണ്. ഹെൽമെറ്റ് വെച്ചിട്ടാണ് നമ്മളിപ്പോൾ 2 കഞ്ഞി പറഞ്ഞിട്ടുണ്ട്. എന്നാ വേണ്ട? നിനക്കെന്നാ വേണ്ട? എന്നാ ബീഫാ? എന്ത്? അപ്പൊ നമുക്ക് പോവാം. പോടാ. അതിട്ടാ മതി. അയ്യോ, നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? അമലിന് ഡെയിലി ഇടുന്ന ഫുഡ് എന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ ഇനി നേരെ ഫസ്റ്റ് റിലയൻസ് പോയി നോക്കട്ടെ ഇവന് പറ്റിയ പാൻറ്റൊക്കെ ഉണ്ടോന്ന്. നമ്മൾ പറഞ്ഞതുപോലെ റിലയൻസിൽ എത്തിയിട്ടുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് അവന് ഭയങ്കര തിരക്കിൽ ഓടുന്ന ഉണ്ടോന്നൊന്നും അറിയില്ല. ഞാൻ ലിഫ്റ്റിൽ പയ്യെ വന്നു. അമല് വേഗം സ്റ്റെപ്പ് കയറി ഓടിയിട്ടുണ്ട് അങ്ങോട്ടേക്ക് നോക്കാൻ വേണ്ടിയിട്ട്. അവനതിന് മുമ്പ് ഒരു പാൻറ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളി ഫിറ്റിങ്ങും കാര്യമൊക്കെ നല്ലതായിരുന്നു. ഓ, നോക്കാൻ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ഇവിടുന്ന് കിട്ടുമെന്ന്. കിട്ടിയാ? ഈ കളറാണ്ട് അതാ. ഏതാ? 38 സൈസില്ല, അത് തീർന്നതായിരിക്കും. 32. എനിക്ക് 3/4 വേണം. കുറച്ച് ലോക്കൽ പോലെയുള്ളത്, ജസ്റ്റ് വീട്ടിൽ നിന്നല്ലേ. അങ്ങനത്തെ വേണോ? ആ സ്ലീവ്ലെസ് അതല്ല, അങ്ങനത്തെ ടൈപ്പ്. അതാ ഫുൾ കളർ. അതാ ബ്ലൂ, വൈറ്റ്. നമ്മൾ 2 ട്രൈ ചെയ്യാൻ പോവാണ്. എടുക്കാൻ വന്നത് വേറൊന്ന്, ഇപ്പം ട്രൈ ചെയ്യുന്നത് വേറെ. നോക്കട്ടെ. അവന് നമ്മൾ പാൻറ്റും ഷർട്ടും അല്ലേ നോക്കാൻ വന്നത്. ഇവനിപ്പോൾ 3/4 ബനിയനും അല്ല 3/4 ഷർട്ടും ട്രൈ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ഈ കാണുന്ന 3/4 എടുത്തിരിക്കുന്നു. പാൻറ് ഇവിടെ കിട്ടാത്തതുകൊണ്ട് നമ്മൾ വേറെ കടയിലും കൂടെ നോക്കും, ഇല്ലെങ്കിൽ കുർത്തയോ ഷർട്ടോ എടുക്കും അല്ലേ. ചൈനീസ് ഷൂ എടുക്കണം. ഷൂ എന്തായാലും ഇവൻ കണ്ടു വെച്ചിട്ടുണ്ട്, അപ്പൊ പിന്നെ അത് പെട്ടെന്ന് പോയി അല്ല ഷോപ്പ് അറിയാം. എന്തൊരു വെയിലാ, എന്തൊരു ചൂടാ. ഇതിപ്പോ തിന്നാ
അല്ലാണ്ട് നീ ഇവിടെ എല്ലാ സാധനത്തിന്റെയും അസൽ കോപ്പി കിട്ടും guys. ഫിനിഷിംഗ് ഇല്ല അതാണ്. ബ്രോ ഇതിന്റെ 9 ഉണ്ടോ സൈസ്? ഇത്ര നാള് ഞാൻ വിചാരിച്ച എനക്കാ ഡ്രസ്സും സാധനം എടുക്കാൻ സമയം വേണ്ട. ഇവൻ എന്നെ കുറ്റപ്പെടുത്തിനതിന് കാത്തു നിൽക്കുക വരെയില്ല. എടുക്കെടുക്ക് പറഞ്ഞിട്ട് തിരക്ക് പിടിക്കുകയാ. ഇപ്പൊ മനസ്സിലായോ? വണ്ടി കയറാൻ ഹെൽമെറ്റ് ഇടട്ടെ. ഹെൽമെറ്റ് ഇടാണ്ട് വേണം. കറക്റ്റ് നേരമായിരിക്കും പോലീസ് പിടിക്കുക. കഴിയല്ല. ഏതെല്ലോ കട കണ്ടുവച്ചിട്ടുണ്ട്. അടുത്ത ഷോപ്പിലേക്ക് ഓടി കയറിയിട്ടുണ്ട്. എന്നെ ഒന്ന് നോക്കാണ്ട്. ടൗണിലുള്ള ഒരു ഷോപ്പാട്ടോ. നമ്മളിതിന് മുമ്പ് ഡ്രസ്സൊക്കെ എടുക്കുന്ന നല്ല ഷോപ്പാണ്. ഹെൽമെറ്റോ? അപ്പൊ നമുക്ക് പോവാം. പോടാ. അതിട്ടാ മതി. എടാ എന്റെ കയ്യും മുഖവും ഡിഫറൻസ് നോക്കിയാ വെയിലടിച്ചിട്ട്. അയ്യോ നമ്മളപ്പോ ഷർട്ട് എടുത്തല്ലേ. പാന്റ് എന്നുള്ള പ്ലാൻ മാറ്റിയിട്ട് ഷർട്ടാക്കി. ചിലപ്പോ പാന്റ് ഇടും. ഷർട്ടും മുണ്ടും. ചിലപ്പോ പാന്റ് ഇടും. പറയാൻ പറ്റില്ല. ലാസ്റ്റ് നിമിഷം മാറും ചിലപ്പോ.